ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത, ഞാനുമായിട്ട് വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവുണ്ട്. അദ്ദേഹം റേഡിയോന്റെ കോഴ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹം എനിക്ക് അയച്ച ഒരു ടെക്സ്റ്റും വോയിസും ഒക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടാകും. അപ്പൊ ഒരു നല്ല പോസ്റ്റിൽ ജോലി ചെയ്ത ആളാ. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു അറിയോ? ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ മെയിലില് അയാളെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ. നിങ്ങളും ചിന്തിച്ചു നോക്കണം, ഇപ്പൊ ഇവിടെ ഇരിക്കണ ജോലി ഇരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ, നാളെ രാവിലെ മെയിലില് നിനക്ക് ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുക? അപ്പൊ മൂപ്പര് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ബാഗൊക്കെ അവിടെ ഇട്ട് സോഫയിൽ ഇങ്ങനെ കിടക്കാണ്. വൈഫിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറയണത്. അപ്പൊ മൂപ്പര് മോള് 6ാം ക്ലാസ് പഠിക്കണ മോള് അവളെ നോട്ട്ബുക്ക് കൊടുത്തിട്ട് വന്ന്. അപ്പൊ നമ്മൾ ആ സീസണിൽ പീസ് റേഡിയോയിൽ ഈ മദ്രസ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു ക്ലാസ് ആയിരുന്നു ദുരന്തം നേരിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 12 നേട്ടങ്ങൾ. ഒരു ദുരന്തം അനുഭവിക്കുന്ന ആള് ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുത്താൽ കിട്ടുന്ന 12 നേട്ടങ്ങൾ എന്നുള്ളത്. അപ്പൊ ഈ മോളുണ്ടായിട്ട് ഇപ്പാക്ക് കാണിച്ചെടുത്തു. പിച്ചെന്തിനാ വിഷമിക്കണേ? ഒരു ദുരന്താണിത്. ഇത് നേരിടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവെ, എനിക്ക് നേരിട്ട ദുരന്തത്തിൽ എനിക്ക് നീ കൂലി തരണം, ഇതിനേക്കാളും നല്ലത് തരണം, ഇതിന് പകരം തരണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി, പഠിച്ചോൻ തരും. പക്ഷെ പഠിച്ചിട്ടില്ല. ആരുടെ വോയിസ് കേൾക്കണം നിങ്ങൾ? എന്താ അറിയോ? എനിക്കെന്തിനാ ജോലി മരുവി? 6ാം ക്ലാസ് പഠിക്കണ എന്റെ മോള് എന്നെ കറക്റ്റ് ചെയ്തരാ പോരെ? അത് പോരെ, ബാക്കി എന്തിനാ? അപ്പൊ അതാണ്, ആ ഒറ്റ വാചകം കേട്ടപ്പോ അയാളുടെ റിക്കവറായി. എന്താ കാരണം? അയാൾക്ക് അള്ളാഹുലുള്ള വിശ്വാസം അത്ര പക്കെ.